ഒരുപാട് കുരങ്ങന്മാരുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഈ കുരങ്ങന്മാരെല്ലാം പാവങ്ങളാണെന്നേ. ഇവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം, അതാണ് ഇവരുടെ മെയിൻ. വേറെ ഒന്നും ഇവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. ഫുഡ് കഴിക്കുക, ഇതുപോലെ എവിടെയെങ്കിലും കിടന്നുറങ്ങുക. നമ്മളുടെ ഇടയിലായാലും ശരി. കണ്ടോ, കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന ഒരു അമ്മ, അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു, അതും പ്രസവിച്ചിരിക്കുക. അതിനുകൊണ്ട് കുഞ്ഞ്. നമ്മൾ നടന്നു പോകുന്നതോ ഒന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് വഴക്കുണ്ടാക്കുകയോ ബഹളമൊക്കെ ചെയ്യാൽ അത് ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. സമയം പോക്കുകയാണ്. ഒരു ലൈഫ് വെറുതെ കളയുന്നു എന്ന് പറയുന്നത് ഈ കുരങ്ങന്മാരെ പോലെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. തിന്നുക, കുടിക്കുക, ഇതുപോലെ കിടന്നുറങ്ങുക, കുട്ടികളെ ഉണ്ടാക്കുക. എല്ലാ ജീവികളും അങ്ങനെ തന്നെ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഫുഡുകൾ ശേഖരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കി നടക്കുന്ന ടീംസാണ്. പരസ്പര സഹകരണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് പെയിൻ നോക്കാനേ ഉള്ളൂ. പെയിൻ നോക്കാനേ, ശരീരം, ബോഡി മസാജ്, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. പിന്നെ ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്. മീൻസ് ഒരു ഏരിയയിൽ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം കുരങ്ങന്മാർ, അടുത്ത ഏരിയയിൽ വേറൊരു കൂട്ടം. ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുരങ്ങൻ അപ്പുറത്തെ കൂട്ടത്തിൽ ചെന്ന് ചാടിയാൽ അന്ന് അവിടെ ബഹളമാണ്. അവനെ കടിച്ച് പറിച്ച്, അവൻ്റെ കൈയും കാലും എല്ലാം കടിച്ച് പറിച്ച്, വാലെല്ലാം കണ്ടിച്ച് അവനെ ഒരു ഇഞ്ചപ്പരുവത്തിലാക്കിയേ അവർ വിടത്തുള്ളൂ. കണ്ടോ, അമ്മയ്ക്ക് പേൻ നോക്കി കൊടുക്കുന്ന മോള്. അമ്മ സൂചിച്ചിരിക്കുക പാവം. അടുത്തൊരു അയൽവാസി അവരുടെ അടുത്തിരിക്കുന്നു. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. രാവിലെ ഇറങ്ങി വരും. ആരെങ്കിലും ആൾക്കാർ പോകുമ്പോൾ ആൾക്കാരുടെ നിന്ന് തട്ടിപ്പറിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര സ്രോതസ്സെന്ന് പറയുന്നത്. പിന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താൽ ആയി, ഓക്കെ. ഇതിൽ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് അടുത്ത വീട്ടുകളിലൊക്കെ പോകുന്നത്. ഇതുവഴി പോകുന്ന ആൾക്കാരുടെ നിന്ന് തട്ടിപ്പറിക്കുക. തസ്കര സംഘമാണ് ആക്ച്വലി ഇവർ. തസ്കര സംഘം എന്ന് പറയുന്നത് മനഃപൂർവ്വം നമ്മളെ ദ്രോഹിച്ച് നമ്മുടെ സാധനങ്ങൾ തട്ടിപ്പറിക്കുക എന്നുള്ളതല്ല. വിശപ്പുണ്ടെങ്കിൽ മാത്രമേ തട്ടിപ്പറിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ അടി കിടക്കുക, വലിയ അടി. ഇതൊക്കെ ഇവരുടെ സമയം പോക്കാണ്. തേന്നോട്ടമാണ് മെയിൻ. ഒക്കത്തില്ല, കിടന്നങ്ങ് വിളിച്ചു പോവുക. കുഞ്ഞിനെ കാണാൻ വന്ന പെണ്ണ. അയലോക്കക്കാർ കൊച്ചിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നിരുന്ന് നോക്കുന്നുണ്ട്. കാല് കീഴത്തെ ഒരു ചേച്ചി വേളം കൊച്ചിനെയും കൊണ്ട് അവിടെ കിടന്ന് വഴക്കും ചീത്തവിളിയും അടിയും. ഓക്കെ.